നമസ്കാരം. ആത്മീയാചാര്യൻ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കറിന്റെ ജീവിതം ആസ്പദമാക്കി ലോകോത്തര സിനിമ അണിയറയിൽ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. അന്താരാഷ്ട്ര ത്രില്ലർ ചിത്രങ്ങൾക്ക് പേരുകേട്ട സംവിധായകൻ സിദ്ധാർത്ഥ് ആനന്ദ്, നിർമ്മാതാവ് മഹാവീർ ജെയിൻ കൂട്ടുകെട്ടാണ് ലോകം കാത്തിരിക്കുന്ന സിനിമ ഒരുക്കുന്നത്. വിക്രാന്ത് മസി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കും. ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ ആരംഭിച്ചതായാണ് വിവരം. വിക്രാന്ത് മസി സിനിമയുമായി സഹകരിക്കാനുള്ള കരാർ ഒപ്പുവെച്ചു കഴിഞ്ഞു. അദ്ദേഹമായിരിക്കും ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കറിനെ അഭ്രപാളയിൽ അവതരിപ്പിക്കുക. ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ കൊളംബിയയിലാണ് പുരോഗമിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാസ്റ്റിംഗ് നടത്താനാണ് നിർമ്മാതാക്കൾ ലക്ഷ്യമിടുന്നത്. വ്യത്യസ്തമായ പ്രമേയം കൊണ്ട് ശ്രദ്ധേയമാണ് ഇപ്പോൾ വൈറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന സിനിമ. 52 വർഷക്കാലം നീണ്ടുനിന്ന കൊളംബിയയിലെ ആഭ്യന്തര യുദ്ധത്തിന് അന്ത്യം കാണുന്നതിൽ ഗുരുദേവിന്റെ പങ്കാണ് സിനിമ ചർച്ച ചെയ്യുക. ഈ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ ഗുരുദേവ് നിർണായക പങ്ക് വഹിച്ചിരുന്നു. സ്വാമിജിയുടെ ജീവിതത്തിലെ ആരും പറയാത്ത ഈ അധ്യായമാണ് ഈ സിനിമയിലൂടെ ലോകമറിയാൻ പോകുന്നത്. ഭാരതത്തിന്റെ ആത്മീയ പാരമ്പര്യത്തിന് വിശ്വശാന്തിയിലുള്ള പങ്ക് ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ് സിനിമയുടെ ലക്ഷ്യം. സിനിമയുടെ ഭാഗമായി നടൻ വിക്രാന്ത് മസി ശാരീരികമായി വലിയ മാറ്റങ്ങൾക്ക് ഒരുങ്ങുകയാണ്. ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കറിന്റെ ശരീരഭാഷ മനസ്സിലാക്കാനായി വിക്രാന്ത് അദ്ദേഹത്തെ നേരിൽ കണ്ടിരുന്നു. ഗ്ലോബൽ ഓഡിയൻസിനെ ലക്ഷ്യമിട്ട് ഹിന്ദി, ഇംഗ്ലീഷ്, സ്പാനിഷ് ഭാഷകളിലാണ് ചിത്രം ഒരുങ്ങുന്നത്. മറ്റു ചില അന്താരാഷ്ട്ര ഭാഷകളിലേക്കും ചിത്രം പിന്നീട് ഡബ് ചെയ്യും. 2025 ജൂലൈയിൽ ചിത്രീകരണം ആരംഭിച്ച് 2026 റിലീസ് ചെയ്യുകയാണ് ഉദ്ദേശം. സിദ്ധാർത്ഥ് ആനന്ദ് സമാന്തരമായി ഷാരൂഖ് ഖാൻ അഭിനയിക്കുന്ന കിങ് എന്ന ചിത്രവും സംവിധാനം ചെയ്യും. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകാലം കൊണ്ട് ബോളിവുഡിൽ ശ്രദ്ധേയമായ സാന്നിധ്യമായി മാറിയ സംവിധായകനാണ് സിദ്ധാർത്ഥ് ആനന്ദ്. സലാം, നമസ്തേ, ബാങ് ബാങ്, വാർ പത്താൻ, ഫൈറ്റർ എന്നീ ഹിറ്റ് ചിത്രങ്ങൾ സംവിധാനം ചെയ്തത് അദ്ദേഹമാണ്. 2024 ഭാര്യ മമത ആനന്ദുമായി ചേർന്ന് മാർഫിക്സ് എന്ന പേരിൽ സ്വന്തമായി നിർമ്മാണ കമ്പനി ആരംഭിച്ചിരുന്നു. 2024 ഭാര്യ മമത ആനന്ദുമായി ചേർന്ന് മാർഫിക്സ് എന്ന പേരിൽ സ്വന്തമായി നിർമ്മാണ കമ്പനി ആരംഭിച്ചിരുന്നു.